കരകാണ കടലലമേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ. തെയ്യന്താര തെയ്യന്താര തെയ്തൈ. ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ. അവിടെ നിന്നേ. നിന്നെ കുറെ നാളായി ഞാൻ അന്വേഷിച്ചു നടക്കുന്നു. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? സഹായം വേണ്ട, മേടിച്ച പൈസ കൊടുത്താടാ. അവസരം നീ കളിക്കല്ലേ. ദേവി കണ്ടോ, ഗൾഫ് കേസാ, വളരെ അർജന്റായ ഒരു കാര്യത്തിനാണ് ഞാൻ പോകുന്നത്. നീ വണ്ടി വിട്. അത് ശരിയാവൂല. അവസരത്തെ നിനക്ക് സംഗതിയുടെ സീരിയസ്നെസ് മനസ്സിലാവൂല. എനിക്ക് തരാനുള്ള പൈസയുടെ സീരിയസ്നെസ് നിനക്കും മനസ്സിലാവില്ല. ആഴ്ചയിൽ പുതിയ ഷർട്ടും പാന്റും ഇട്ട് ജെത്തി നടക്കണം. പൈസ ചോദിക്കുമ്പോ എന്താ അത്ര വിഷമം? എന്ത് വിഷമം? ഒരു വിഷമവും ഇല്ല. നിനക്ക് ഞാനിപ്പോ എത്ര രൂപ തരാം? 900 രൂപ അങ്ങോട്ട് തരണം. 900 രൂപ. ഈ സൈക്കിളിന് ഒരാൾ 400 രൂപ വില പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താൽ 400 രൂപ ഇങ്ങോട്ട് വാങ്ങിച്ചാൽ നിന്റെയിലേക്ക് തന്നേക്കാം. ബാക്കി എത്ര രൂപ ഉണ്ട്? പോയിട്ട് 500 രൂപ. 500. ഈ വാച്ചിന് ഒരു 300 രൂപയെങ്കിലും കിട്ടാതിരിക്കോ? ഈ 300 രൂപ എന്റെ കയ്യിലേക്ക് കിട്ടേണ്ട താമസമേ ഉള്ളൂ. നിനക്ക് അങ്ങ് തന്നേക്കാം. പിന്നെ എത്ര രൂപ ഉണ്ട്? 200 രൂപ ഉണ്ട്. 200 രൂപ. ഇന്നെന്താഴ്ച? ഇന്ന് ബുധനാഴ്ച. ഇന്ന് ബുധൻ, വ്യാഴം, വെള്ളി, ശനി. നമ്മുടെ കളത്തിലെ മഹാദേവനില്ലേ, ഈ ശനിയാഴ്ച അവൻ എനിക്കൊരു 300 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 300 രൂപ ഇങ്ങോട്ട് കിട്ടി അതും തന്നേക്കാം. ബാക്കി എത്ര രൂപ ഉണ്ട്? ബാക്കി 100 രൂപ ഞാൻ അങ്ങോട്ട് തരാം. എനിക്ക് തരണം. അതെപ്പോ തരും? എപ്പ തരൂന്ന് പറ. അല്ല വേണം, ഇപ്പൊ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഉള്ളപ്പ തന്നാ മതി. എനിക്ക് യാതൊരു വിരോധമില്ല. നിന്നെ പോലെ വഴി പിടിച്ചിരുത്താൻ ഞാനൊരു ദരിദ്രവാസിയല്ല. അപ്പൊ വൈകിട്ട് കാണാം. ഓക്കെ, സമയങ്ങൾ. കൊണ്ടയിൽ നെഞ്ചിലെ വാഴപ്പൂ, കൂടയിൽ എന്നതൂ ഖുശ്ബു, എൻ ഖുശ്ബു. ഇവിടെ ഇല്ലേ? കണ്ടോ, നിനക്കാ ഗൾഫിലുള്ള നിന്റെ അമ്മാവൻ അയച്ചതാ. ഞാൻ പറഞ്ഞില്ലേ ഈ ആഴ്ച എനിക്ക് വിസ വരുമെന്ന്. വായിക്കേ, നീ വായിക്കേ. സ്നേഹം മാത്രമുള്ള എന്റെ മരുമകൻ പവിത്രന്. സോറി, വായിക്കേ. ഈ കത്ത് കിട്ടിയാലുടൻ നീ ബോംബെക്ക് വരിക. അവിടെ ദാദർ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഗരുഡ ഏജൻസിയിൽ ചെന്ന് കോഴിക്കോട്ടുകാരൻ ഹംസയെ കാണുക. നിന്റെ വിസ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം നിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കും. ഇവിടെ ഒരു ഷെയ്ക്കിന്റെ കമ്പനിയിലെ മാനേജറായിട്ടാണ് നിനക്ക് ജോലി. ഉടനെ എത്തുക. ഷെയ്ക്ക് നിന്നെ കാത്തിരിക്കുന്നു എന്ന് നിന്റെ ശങ്കരമ്മാവൻ. നീ ഭാഗ്യവാനാണാ. ഗൾഫിലെ ദൈവം നിന്നെ അനുഗ്രഹിച്ചു. ഇനിയിപ്പോ ഞങ്ങളുടെ കാര്യം നീ പേടിക്കണ്ട. ഗൾഫിലെത്തി 2 മാസത്തിനുള്ളിൽ നിന്നെയും ബഷീറിനെ ഞാൻ കടത്തൂടാ. അത് തന്നെ. ഓക്കെ. എന്നിട്ട് ഗൾഫ് മരുഭൂമിയിലെ സ്വർണ്ണ കൊട്ടാരങ്ങളിൽ നമ്മൾ സുൽത്താൻമാരെ പോലെ വാഴൂടാ. നീ എന്നാ പോകുന്നത്? എപ്പോഴാ പോകുന്നു ചോദിക്കേ. എപ്പോഴാ പോകുന്നത്? ദാ ഇപ്പൊ തന്നെ. അളിയാ, വരുന്നുണ്ടല്ലോ പാട്ടൊക്കെ പാടി. നീ എവിടെ പോയി കിടക്കായിരുന്നു? രാവിലെ റിഹേഴ്സലിന് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? നിന്നോട് ചോദിച്ചു കേട്ടില്ലേ? ഇവന് പൊട്ടു പിടിച്ച ഇതെവിടെ നിൽക്കടേ വാക്മാൻ? ഇതെന്റെ കൊച്ചാപ്പ എന്നതാണ്. നിന്റെ കൊച്ചാപ്പല്ലടാ കഴിഞ്ഞ മാസം മരിച്ചത്. എടാ, ഇത് കഴിഞ്ഞ മാസം മരിച്ച കൊച്ചാപ്പയല്ല, ഈ മാസം മരിക്കാൻ നടക്കണ ഒരു കൊച്ചാപ്പയുണ്ട്. മരിക്കാൻ നടക്കണ കൊച്ചാപ്പേ? നടക്കണ കൊച്ചാപ്പയല്ലടാ, മരിക്കാൻ കിടക്കണ കൊച്ചാപ്പ. നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? എടാ, ഇത് ഇന്നലെ കോട്ടയത്ത് ദുബായിക്കാരുടെ വീട്ടിൽ ഉണ്ണാൻ ചെന്നപ്പോ കണ്ടാണല്ലോ. എടാ സത്യം പറ, ഇത് അവിടെ നിന്ന് പൊക്കിയതല്ലേ? ഇത് പൊക്കിയതൊന്നുമല്ല, ഇത് താഴ്ത്തിയതാണ്. പണ്ടൊരിക്കൽ പാവയെ താഴ്ത്തിന് അനുഭവിച്ചറിയാമല്ലോ. അത് താഴ്ത്തിയതല്ല, അത് പൊക്കിയതാണ്. അത് പൊക്കിയതാണ്. അങ്ങനെ പൊക്കിയിട്ടാണ് അവന്മാര് നമ്മളെ പൊക്കാൻ വന്നത്. സോറി, എന്താ എത്ര തിരക്ക്? ഞാൻ മൊത്തത്തിൽ അല്പം തിരക്കില്ല. നമുക്ക് കാര്യമായിട്ട് പരിചയപ്പെടണം, വിശദമായിട്ട് സംസാരിക്കണം. അതെ, മിമിക്രിയിൽ ഓട്ടോറിക്ഷയുടെ ശബ്ദം എടുക്കുന്നത് ഞാൻ അവരുടെ. എന്താ ഇത്? സാരമില്ല, വിഷമിക്കാതെ, എനിക്കൊന്നും പറ്റില്ല. സാബു, 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 എന്താടാ? കാഞ്ഞിരപ്പള്ളിയിൽ ബോംബ് വീണ? കാഞ്ഞിരപ്പള്ളിയിൽ എന്നിട്ട് ചങ്കിലാ ബോംബ് വീഴാൻ പോകുന്നു. അയ്യോ, എപ്പോ? സന്ധ്യയെ പെണ്ണ് കാണാൻ വരുന്ന ആര്? കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു പാർട്ടിക്കാരൻ. ഉടനെ കല്യാണം നടത്തി കാനഡയിലേക്ക് അയക്കാനാ പരിപാടി. നീ ഇവിടെ തന്നെ നിൽക്കേ. ചായ മേടിച്ചാരാണ് മയ്യത്ത് വിളിച്ചതാ. പരിപ്പോടെ മേടിച്ചാരാണ്. റിഹേഴ്സൽ എടുക്കാനും പ്രോഗ്രാം നന്നാക്കാനും ഒന്നും ഇവിടെ ആർക്കും സമയമില്ലല്ലോ. ഓരോരുത്തരുടെ കല്യാണം പ്രേമൊക്കെ ആണല്ലോ പ്രധാന വിഷയം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നിന്നെ പോലെ കാണുന്ന പെമ്പിള്ളർക്കൊക്കെ എഴുത്തു കൊടുത്ത് നടന്നാൽ ആരും പ്രേമിക്കാൻ വരില്ല. തലയ്ക്ക് അസുഖമാണെന്ന് വിചാരിക്കും. അതെ,
ഞാൻ സന്ധ്യക്ക് ഫോൺ ചെയ്തിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്. അച്ഛൻ വരികയാണെങ്കിൽ പറയണം. എന്ത് പറയും? സന്ധ്യക്ക് ഫോൺ ചെയ്യണെന്ന് പറയാം. അല്ല, സന്ധ്യക്ക് ഫോൺ ചെയ്യണത് അല്ലെന്ന് പറയാം. അതല്ലടാ, അച്ഛൻ വരികയാണെങ്കിൽ എന്നോട് പറയണം അച്ഛൻ വരുന്നെന്ന്. അത് ഞാൻ പറയാം. ഇവിടെ നിൽക്ക്. അയ്യോ, സന്ധ്യ എന്തായി പറയുന്നത്? ഞാൻ പറയുന്ന കേക്ക്. അച്ഛൻ അറിഞ്ഞാലെന്താ? പരിപാടി ബുക്ക് ചെയ്യുന്ന അച്ഛൻ അറിയാൻ പാടില്ലേ? അച്ഛൻ അറിയാൻ പാടില്ലാത്ത കള്ളത്തരത്തിനൊന്നും ഞാനില്ല. അപ്പൊ പരിപാടിക്കാണല്ലോ. സന്ധ്യക്കല്ലേ? സന്ധ്യക്ക് ഒരു 6:30 മണിക്ക്. ഹലോ, 3000 രൂപയിൽ ഒരു പൈസ കുറച്ച് കലാദർശനയുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കണ്ട. സോറി. ആരാ സംസാരിക്കുന്നത്? വിമൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ആണച്ചോ. ഞാൻ സംസാരിക്കാം. എന്തായി പറയുന്നത്? പെണ്ണാണച്ചോ. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഞാൻ സംസാരിക്കാന്ന്. ഹലോ സെക്രട്ടറി. സാബു അല്ല, ഫാദർ തറക്കണ്ട. ആരാ സംസാരിക്കണേന്ന്? ഹലോ ഹലോ. കട്ട് ചെയ്തു. എന്തിനാടാ കട്ട് ചെയ്തത്? കട്ട് ചെയ്തതല്ലല്ലോ, ഡിസ്കണക്ഷൻ ആയതല്ലേ. അതെന്താ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം ഡിസ്കണക്ട് ആവുന്നത്? ചിലപ്പോ അച്ഛനെ പേടിച്ചിട്ടായിരുന്നു. എന്നെ പേടിക്കാൻ ഞാൻ ഫോണിൽ കൂടി ആ സെക്രട്ടറിയെ പിടിച്ച് വിഴുങ്ങോ? എന്തിനോടാ ചിരിക്കണം? ഇക്കിളിയാണോ? അച്ഛന്റെ നമ്പർ കൊള്ളാം. അച്ഛനെ നമുക്ക് മിമിക്രി ചേർക്കാറാ. വേണ്ട, അച്ഛന്റെ നമ്പർ കാണിച്ച് ചിരിപ്പിക്കണ്ട. താങ്കൾ ഒന്നേ. ഓ, ആ സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് അറിയോ? ഇല്ല. അച്ഛൻ മരിച്ചു കഴിയുമ്പോ മാലയിട്ട് പടം വെക്കാൻ. അല്ല, കർദിനാൾ മരിച്ചു കഴിയുമ്പോ മെത്രാന്റെ പടം വെക്കാൻ. അല്ല, നിനക്കത് മനസ്സിലാവില്ല. ഇവനറിയാം. ഇവൻ ഇങ്ങനെ പോയാൽ ആ പെണ്ണിന്റെ ആൾക്കാർ ഇവനെ തല്ലിക്കൊല്ലും. അപ്പൊ ഇവന്റെ ഒരു ഫോട്ടോ മാലയിട്ട് ഇവിടെ വെക്കേണ്ടി വരും. അയ്യോ, എന്താ വേണ്ടി വരുമോ? വേണ്ടോ? മോനെ വന്നേ. വേഗം ഇറങ്ങിക്കേ. ഒന്ന് നീ കൊടുത്തേ. കൂടി അങ്ങോട്ട് മറിയ. മാഷ മാഷം ഇറങ്ങ്. വേണ്ട വേണ്ട, ആ കളി ഇനി കളിക്കണ്ട. ഇന്നലെ താഴോട്ട് ഇറങ്ങിയപ്പോ വണ്ടി അങ്ങ് പോയി. 5 പൈസ അല്ലേ ഉള്ളൂ? 5 അല്ല 10. ഇന്നലത്തെ ബാക്കി പിന്നെ ആര് തരും? 10 അത്രയല്ലേ ഉള്ളൂ. എന്താ നിസ്സാരമായി പോയോ? എന്നാ താണ്ടാ. അപ്പൊ വിലയുണ്ടല്ലേ? എന്നാ മാഷം ഇറങ്ങോട്ടെ. മേത്തു വിടറൂ. ഇപ്പൊ എവിടെ നിന്നുണ്ടായേ? സമയം കളയല്ലേ മാഷ, വേഗം ഒന്ന് ഇറങ്ങിക്കേ. സമയം കളയണ്ട, താൻ കടലാസി പൊതിഞ്ഞ് വെച്ചോ. അപ്പൊ രാജ് കഞ്ചം മാഷ്. അത് നിന്റെ അപ്പൻ. ഞാൻ കണ്ണൻ മാഷ്. അപ്പനെ പറഞ്ഞാലേ ഷേപ്പ് ഓർമ്മേ. അതെന്താ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലാത്ത പോലെ നോക്കണേ? നാണമില്ലല്ലോ 5 പൈസക്ക് വേണ്ടി. നാണിക്കുന്ന എന്തിനാ? ഈ സ്റ്റോപ്പിലേക്ക് 50 പൈസ 70 പൈസ ആക്കിയപ്പോ തന്നെ മാസം ബഡ്ജറ്റിൽ എത്ര കൂടിയെന്നറിയോ? 5 പൈസ എന്ന് പറയുന്ന മതി എച്ചിക്കണക്ക് പറഞ്ഞത്. സുനന്ദക്ക് എന്റെ വിഷമം അറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് തന്നെ മാസം ഒന്ന് തേക്കാൻ ഞാൻ നക്ഷത്രമുണ്ട്. ഇന്ന് വൈകിട്ട് ഒരു സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കുന്നു, കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നു, ബാൻഡ് ട്രൂപ്പ് ഉണ്ടാക്കുന്നു. അല്ല, ഞാൻ എതിർപ്പ് പറയണമെന്ന് തോന്നണ്ട. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ പോരെ? തീരുമാനിച്ചു കഴിഞ്ഞു. താനിത് എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ടീച്ചേഴ്സ് റൂമിലെ. അത്യാവശ്യം ഒരു ചായ വാങ്ങിച്ചോണ്ട് വരാൻ ഇവിടെ ഒരാളില്ല. അയ്യോ, ചായ കിട്ടില്ലേ? ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. തനിക്ക് വാങ്ങിച്ചോണ്ടെന്നാലെന്താ? ഇതെന്താടോ നെറ്റിയിലൊരു തിലകം? ഇവൻ വല്ല കളക്ടറും ആണ്ടതാ. ടീച്ചർ ഇവനെ ഇവിടെ പിടിച്ചു നിർത്തി ഇവന്റെ ഭാവി നശിപ്പിക്കരുത്. ആ, നമ്മൾ ഇന്നലെ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഗോപാലകൃഷ്ണൻ പറയും. ഇന്നലെ ഞാൻ ക്ലാസ്സിലില്ലായിരുന്നു സാർ. അതിന്റെ വൃത്തി ഉണ്ടായിരുന്നു ഇന്നലെ ക്ലാസ്സിൽ. എനിക്ക് അങ്ങനെ റാണിക്ക് വേണ്ടി 2 നാട്ടുരാജാക്കന്മാരും തമ്മിൽ ബദ്ധശത്രുതയിലായി. ഇടയ്ക്കിടെ യുദ്ധം ഉണ്ടാവുകയും പരസ്പരം വേല വെക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടോ 2 കൂട്ടരും തമ്മി തല്ലിയത് മിച്ചം. ഇന്ത്യ ചരിത്രം എന്നല്ല, ലോക ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ നമുക്കൊരു സൈലൻസ്, സ്റ്റാൻഡപ്പ്.
എന്റെ കൂടെ വില കളയാതെ പോടൂ. ആളാവരുത്, എപ്പോഴും ഈ പിള്ളേർ കൂടെ കാണൂല. പെണ്ണിനോ പണത്തിനോ വേണ്ടിയിട്ടാണ് ഇവിടെ യുദ്ധം ഉണ്ടാകുന്നത്. We are coming from the East India Company and I want to remove this cross. ഈ ഹിന്ദി ഒന്നും പഠിച്ച് ഞങ്ങളെ വിരട്ടണ്ട. You have to allow us to enter into the forest. അതൊന്നും സാധിക്കില്ല. കളഞ്ഞിട്ട് വാടാ. Then I will call my boss. പിന്നെ വിരട്ടാതെ. I will call my boss. ഓഹോ. Boss. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? But why? Full many a gem of pure serene lay underneath the unfathomed ocean unblossomed. But why? But why? അവിടെ നില്ല അങ്ങനെ അങ്ങ് പോയാലോ? ദൈവം തമ്പുരാൻ വന്നാലും പെർമിഷൻ ഉണ്ടെങ്കിലേ യമൻ പൊങ്ങൂ. Permission? വേണം. You want permission? ആ Permission എടുത്ത് കാണിച്ചില്ലേടേ? യവന്മാര് സമ്മതിക്കണ്ടേ? ആ. അപ്പോ രണ്ട് കൊച്ചു കള്ളന്മാർക്കും മലയാളം അറിയാം. മലയാളം അറിയാം, ഇംഗ്ലീഷും അറിയാം. എന്റെ ഫാദർ നെയ്യാറ്റിങ്കര, മദർ ചെക്കോസ്ലോവക്യ. ഇവന്റെ മദർ ചെക്കോസ്ലോവക്യ, ഫാദർ നെയ്യാറ്റിങ്കര. അല്ലല്ല, ഫാദർ ചെക്കോസ്ലോവക്യ, മദർ നെയ്യാറ്റിങ്കര. അത് തന്നെ ഞാൻ പറഞ്ഞു. എന്റെ മദർ ചെക്കോസ്ലോവക്യ, നിന്റെ ഫാദർ നെയ്യാറ്റിങ്കര. എന്റെ ഫാദറും നിന്റെ മദറും ചെക്കോസ്ലോവക്യ. നെയ്യാറ്റിങ്കര. അത് തന്നെ ഞാൻ പറഞ്ഞു. ചുരുക്കം പറഞ്ഞ രണ്ടെണ്ണവും ക്രോസ്. ഞാൻ വിചാരിച്ചു ഇവൻ ആദ്യം പെർമിഷൻ എടുത്ത് കാണിച്ചാണെന്ന്. അതല്ലേ ഞാൻ കൈവിടെ പെർമിഷൻ എടുത്ത് കാണിക്കട്ടെ. നീ ആ പെർമിഷൻ എടുത്ത് കാണിച്ചോടേ. നോക്കട്ടെ. പെർമിഷൻ എവിടെ പോയിരിക്കുന്നു? നീ ഇത് എവിടെ എടുത്ത് വെച്ചിരിക്കുന്നു? പെർമിഷൻ എടുത്ത് കാണിക്കാൻ പറഞ്ഞപ്പോ ദാ സ്കോച്ച് ബുക്ക് എടുത്ത് കാണിക്കുന്നു. ദാ പിന്നെയും കുപ്പി എടുക്കുന്നു. പെർമിഷൻ എവിടെ? ഈ ഗ്ലാസിന്റെ അടി. സാർ സാർ പെർമിഷൻ. മായരുടെ ഞാൻ കണ്ണാടി എടുത്തില്ല. ഇംഗ്ലീഷ് ആണെങ്കിലേ എനിക്ക് പറ്റുള്ളൂ. സാർ വായിച്ചാട്ടെ. ഈ വരുന്ന വില്യം ഫ്രെഡറിക്കിനും ജെയിംസ് മാഞ്ചസ്റ്ററിനും നിങ്ങളുടെ ഫോറസ്റ്റ് ഏരിയ കാണാനുള്ള അനുവാദവും അവർക്ക് വേണ്ട ഒത്താശകളും ചെയ്തു കൊടുക്കണം. ആരാ എഴുതിയിരിക്കുന്നത്? പുതുക്കാട് പഞ്ചായത്ത് മെമ്പർ. പഞ്ചായത്ത് മെമ്പർ? വെറും മെമ്പർ അല്ല, എക്സ് മെമ്പർ. കേന്ദ്രമന്ത്രി വന്നിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറ്റി വിട്ടിട്ടില്ല. പിന്നെ ആ പഞ്ചായത്ത് എക്സ് മെമ്പർ അകത്തോട്ട് പോകണമെങ്കിൽ വേറെ വഴി നോക്ക്. മെമ്പർ അല്ല, അയാളിപ്പോ മെമ്പർ മാത്രമല്ല, ഈ വേൾഡ് എന്തിനാ ഈ വേൾഡിന്റെ ഒക്കെ ഈ ഫോറസ്റ്റിന്റെ എല്ലാം കാട്ടാള ഫെഡറേഷൻ. ആ ഇത് കൊണ്ടുപോയി ആ കാട്ടാളന്റെ കൈ കൂടെ അകത്തോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ചെയ്തൊന്ന് ഒതുക്ക്. അപ്പൊ സമ്മതിക്കില്ല അല്ലേ? സാധ്യമല്ല. ശല്യം ചെയ്യാതെ അനിയന്മാർ വന്ന വഴിയെ തിരിച്ചു പോകാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ചെക്കോസ്ലോവക്യൻ പ്രസിഡന്റിന്റെ വകയായിട്ട് ഒരു പ്രസന്റേഷൻ ഉണ്ട്. എന്നാ എന്റെ പൊന്നനിയായി നേരത്തെ പറയണ്ടായോ? ഗ്ലാസ് എടുത്ത് കുറേ ഗ്ലാസ് ഒഴിച്ചോ. നല്ല ഒറിജിനൽ സാധനമാണല്ലേ? അതെ അതെ. ഇനി അനിയന്മാർക്ക് എന്താ വേണ്ടത് പറ. ഞങ്ങൾ ഇവിടെ വരെ വന്നത് എന്തിനാണെന്ന് വെച്ചാ, ഞങ്ങൾക്ക് ഈ കൂമംകൊല്ലി കാടൊക്കെ ഒന്ന് ചുറ്റി കാണണം. എന്താ പേര്? നമ്മുടെ പേരെന്താ? പേര് വില്യം ഫ്രെഡറിക്കും ജെയിംസ് മാഞ്ചസ്റ്ററും. വില്യം ഫെഡറിക്കും ജെയിംസ് മാഞ്ചസ്റ്ററും. എന്റെ പൊന്നനിയന്മാരെ, നിങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഞാൻ നിങ്ങളെ അകത്തോട്ട് വിടൂല എന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് അകത്തോട്ട് പോയിട്ടുള്ളവരാരും പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നിട്ടില്ല. വിഷം പുരട്ടിയ അമ്പുമായിട്ട് മലയരയന്മാരിങ്ങനെ കാത്തിരിക്കുക മനുഷ്യമാംസം തിന്നാൻ. തന്നെ ഇതിനു മുമ്പ് 26 പേരെ അകത്തേക്ക് കടത്തിവിടാൻ ഞങ്ങൾ ഈ മുള പൊക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരുത്തനും തിരിച്ചു വരാൻ വേണ്ടി ഇന്നേ വരെ പൊക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങള് വെറുതെ ഇവിടുന്ന് ചുറ്റി കാണുന്നതല്ലാതെ വേറെ ഇനി ആ കാർ അകത്തോട്ട് പോകില്ല. വേണ്ട. ഞങ്ങൾക്ക് ആ കാർ തിരിച്ചു വിടുക. അണ്ണാ, നീ ആ കാർ തിരിച്ചു വിടേ. ഇതോടെ അകത്തോട്ട് വെച്ചോ, പിന്നീട് ആവശ്യം വരും. അപ്പൊ ചേട്ടാ കാണാം. കണ്ടെങ്കി കണ്ടെന്ന് പറയാം. വേഗം മാറി. ഏതാ എനിക്ക് ആകപ്പാടെ ഒരു ചൊറിച്ചില്. നിനക്ക് ചൊറിയുന്നുണ്ടോ? എനിക്കും ചൊറിയുന്നുണ്ട്, പക്ഷെ ചൊറി ഫീൽ ചെയ്യുന്നില്ല. എടാ ഹരി, ഇത് വകുപ്പ് ആൾമാറാട്ടോ. അകത്തായാലുണ്ടല്ലോ. നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? എന്റെ കണക്കൂട്ടിലൊന്നും തെറ്റിയിട്ടില്ല. നീ നോക്കിക്കോ, ഇന്ന് വൈകുന്നേരത്തിനാവും അമ്മാവൻ ഇവിടെ എത്തിയിരിക്കും. കിളവന് 100 ആയുസ. ഇനിയോ? അങ്ങോട്ട് അങ്ങോട്ട്. ഐ ആം കൃഷ്ണദാസ്. മിസ്റ്റർ പൊപ്പറ്റ്ലാലിനെ ഒന്ന് കാണണമായിരുന്നു. പ്ലീസ് കം. ആ
Good morning. നമസ്കാരം. I read the advertisement papers. Malayalam Manorama Hindu. I watch an information. My hand. Thank you. I watch in custody under me. You give advance. I give. I watch an advance. Bundle currency notes advance. I give. I watch an. Mr. Kristudas. Kristudas, Ah. in this business there is no advance. Oh. You bring Ivachan and we will give you the money, okay? First give some money. Some. Now. First Ivachan, then advance. Advance first approve. I watch it. No, first Ivachan, then advance. ഓ ഈ കൊരങ്ങന്മാരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലായിക്കാനാ? സാർ ചവിട്ടിയാ നിന്റെ അടിനാവ് ഇടിച്ച് കലക്കൂടാ. ഞാൻ ക്രിസ്തുദാസാണ്. അയ്യോ, എന്തിനായിരിക്കും അയാൾ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? കാശടിക്കാൻ. ഇപ്പൊ മനസ്സിലായല്ലോ ഗുരുവിന്റെ തനി കുഞ്ഞൻ തമ്മിലുള്ള ഹോ അല്ല. क्या चाहिए बोलो? मैं कुंजन बिल्ला हूँ. मैं पोपटलाल को देखने को लिए अल्लाह देखने के लिए आता है. पोपटलाल कहा है? मैं हूँ पोपटलाल. आप बैठो. बैठिए. ओह ये मेरे पास अयोवचन है. अरे क्या आईवन तुम्हारा पास है? अरे किशन, ये क्या बोल रहा है? മിസ്റ്റർ കുഞ്ഞാനന്ദൻ, ഞാൻ മലയാളം കുരച്ച് അരിയും. മിസ്റ്റർ ഐവാച്ചൻ എവിടെ ഉണ്ടു, എപ്പോ ഉണ്ടു? അയ്യവാച്ചൻ എന്റെ കയ്യിലുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ 3 ലക്ഷം വളരെ കുറവാണ്. ഒരു 5 ലക്ഷം തന്നാൽ ഞാൻ അയാളെ ഏൽപ്പിച്ചു തരാം. वो क्या बोल रहा है किशन? वो बोलता है कि उसके पास अहिवाचन है. हाँ। हम 5 लाख देगा तो अहिवाचन हमें देगा. 5 लाख? हाँ। नहीं, ओनली 3 लाख. 3 ലക്ഷം തരാ പട്ടുള്ളൂ, 5 ലക്ഷം തരാ പട്ടിയില്ല ബട്ടെ. ഞാൻ അടുത്ത ആഴ്ച അയാളെ ഏൽപ്പിച്ചു തരാം. അഡ്വാൻസ് 1 ലക്ഷം തരണം. एडवांस 1 लाख मांगता है भाई. एडवांस मांगते हैं? हाँ। नीचे देखो, തരാ പട്ടിയില്ല. നീ വന്നേ. ആ പപ്പടത്തിന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി തന്നാൽ നിനക്ക് ഞാൻ 25,000 രൂപ കമ്മീഷൻ തരാം. ആ കിഴങ്ങിനത് അറിയണ്ട. കമ്മീഷൻ 25,000 രൂപ ആദ്യം തരികയാണെങ്കിൽ ഈ മരമാക്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ 1 ലക്ഷം രൂപ വാങ്ങിച്ചു തരാം. അത് പറ്റില്ല. നിങ്ങളെ എനിക്ക് പരിചയമില്ലാതെ ഞാൻ ഇങ്ങനെ രൂപ തരും. ആദ്യം 1 ലക്ഷം, അപ്പൊ 25,000. क्या किशन, ये मरमाकरी क्या है? മരമാക്രി ഉൻകി ബീവി കാ നാം ഹൈ സാബ്. वो भी इनकी जैसी है. സാറന്മാരെ, ഒരു 50,000 അഡ്വാൻസ്. കുഞ്ഞാനന്ദൻ 3 ലക്ഷം തരും അയവാച്ചിനെ കൊണ്ടുവന്നാൽ. കൂടുതൽ വിലപേശം വന്നാൽ ദാ കണ്ടല്ലോ, പോകാം. കാലുണ്ടായ കളി. നിങ്ങൾ ഫാമിലി ആയിട്ട് നക്കികൾ തന്നെ. എവിടെന്നെങ്കിലും ഒരുത്തനെ തപ്പിക്കൊണ്ട് ചെന്നില്ലെങ്കിൽ ഇന്നും അച്ഛന്റെ വളിച്ച മോന്ത കാണേണ്ടി വരും. അതിപ്പോ തപ്പിക്കൊണ്ട് എന്തായാലും അച്ഛന്റെ മോന്ത കാണേണ്ടി വരും. അത് ശരിയാ, കൊന്ത മാറിയാലും അച്ഛന്റെ മോന്ത മാറൂല. ഇവിടെ അടുത്തല്ലേ ആ പടക്കം ബേബി താമസിക്കുന്നത്? പടക്കം ബേബി അതായത് പഴയൊരു മിമിക്രിക്കാരന്. വെടിക്കെട്ടാണ് അവന്റെ മെയിൻ ഐറ്റം. അങ്ങനെ പടക്കം ബേബി എന്ന് പേര് വന്നത്. അവന് കിട്ടുമോ? നമുക്ക് അവനെ ഒന്ന് തപ്പി നോക്കാം. അതെ, നിസാം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. അവൻ ഇവിടെ വന്നിട്ട് നമ്മളെ കണ്ടില്ലെങ്കിൽ വല്ല മണ്ടത്തരവും കാണിക്കും. നീ ഒന്ന് ചെന്ന് നോക്കിട്ട് വാ, ഞാൻ വിളിക്കാം. ഒരു വിവരം ചോദിച്ചോട്ടെ, ഹനീഫിന്റെ വീട് എവിടെ? ഹനീഫ മരിച്ചു. മിമിക്രി ഹനീഫോ? മുക്രി ഹനീഫ തന്നെ. ഇപ്പൊ മുക്രി സൈദ് മുഹമ്മദ്. മുക്രി അല്ല, മിമിക്രി. എന്ന് വെച്ചാല് മിമിക്രി എന്ന് വെച്ചാല് ഈ തവളയുടെ ഒക്കെ. തവളയോ? അല്ലടോ, തവളയല്ല, തവക്കള അരിവിയായിരിക്കോടോ. തന്നെ ആരെങ്കിലും വിളിച്ചോ? തവളയാണോ തവക്കളയാണോ ഞങ്ങൾ തീരുമാനിച്ചോളാം. സംശയം ചോദിക്കാൻ ഞങ്ങളല്ലേ. ഒരാള് വന്ന് സംശയം ചോദിക്കുമ്പോ അതിന് ചൂടാവുന്നു. എന്തോ നീ എന്തിനാ ഓടിയത്? പിന്നെ നീ ഓടാനിട്ട് ഞാനിവിടെ വെറുതെ നിൽക്കാനാ? നീ എന്തിനാണ് ഓടിയത്? അല്ല, അത് ഞാൻ നിന്നെ കാണാതെ ഓടി നടക്കായിരുന്നു. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? അതെ, ഞാൻ വരുന്ന വഴിക്ക് ഒരു പാവം കളവൻ 1 രൂപ കാണാതെ പോയിട്ട് വഴി കിടന്ന് തപ്പണടാ. ഞാൻ അവിടെ നിന്ന്. അയാളുടെ രൂപ കാണാതെ പോയെങ്കിൽ അയാൾ തപ്പിക്കോട്ടെ, നിനക്ക് നിങ്ങൾ പോന്നൂടായിരുന്നോ? അയാള് പോകാതെ ഞാൻ എങ്ങനെ പോരും? എന്താ പോന്നാല്? ആ 1 രൂപ ഞാൻ ചവിട്ടി പിടിച്ചിരിക്കല്ലായിരുന്നു. പിന്നെങ്ങനെ പോരും?
നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. ഇരിക്കൂ. ആർക്കാ? ഇവനാ വേണു, എന്റെ അനിയനാ. ഞങ്ങൾ 12 ബ്രദേഴ്സാ. ഏറ്റവും ഇളയവനായവൻ. മാതൃകാ കുടുംബമാണല്ലോ. 11 പേരും ഗുസ്തിക്കാരാ. പക്ഷെ ഇവന് താല്പര്യം സംഗീതത്തിലാ. എത്ര നാളായി തുടങ്ങിയിട്ട്? 8 വർഷമായി. 8 അല്ല 10. വേറെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാ. ഇപ്പോഴാ ലേശം കൂടിയത്. വയലന്റ് ആകാറുണ്ടോ? അതില്ല. എപ്പോഴാ പഠിച്ചു തുടങ്ങുന്നത്? എന്ത്? സംഗീതം. നാളെ മുതൽ പഠിച്ചു തുടങ്ങാം. അല്ലേ ഡോക്ടറെ? ഡോക്ടറോ? സംഗീത കോളേജിൽ എന്തിനാ ഡോക്ടർ? അതെ, സംഗീതവും വൈദ്യശാസ്ത്രവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. വൈദ്യനാഥ ഭാഗവതർ എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ വശമില്ല. പുള്ളിക്കാരൻ അതിപ്രഗത്ഭനായ സംഗീതജ്ഞനും അതിവിദഗ്ധനായ വൈദ്യരുമായിരുന്നു. അല്ലേ ഭാഗവതരെ? അല്ലേടോ ഡോക്ടറെ? അമീൻ, ചില വിഷയങ്ങളെ കുറിച്ച് തനിക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് ചോദിക്കുമ്പോ മാത്രമേ വിളമ്പാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? യു ടേക്ക് ഹിം ടു ഷോക്ക് റൂം. ഒന്ന് തുറന്നോട്ടെ. വാ. വേണ്ട, തോളെ കയറല്ലേ. ഇതാണ് നമ്മുടെ ബെഡ്. നമ്മുടെ അല്ല, നിമ്മടെ. എന്തേ? അത് വേണ്ട. പുതിയ അഡ്മിറ്റ് ആണല്ലേ? ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. കൃഷ്ണൻകുട്ടി, ബെന്നി, BNNY, കേശു, കേശവൻ. ഞാൻ മിലിറ്ററിയിലായിരുന്നു. നമ്മുടെ പേരെന്താ? ഗാനലോക വീഥികളിൽ വേണുമാട്ടിടയൻ വേണു. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഗാനലോക വീഥികളിൽ വേണുമാട്ടിടയൻ പ്രാണസഖി ഞാൻ. എങ്കിലും എന്താ ഗാനമേളയോ അതോ ഗാന ബഹളോ? എല്ലാവരും അവരുടെ പറ്റി കിടക്കണം. ഗോ. എങ്കിലും എന്നോ മലാൾക്കു താമസിക്കാൻ കരളിൽ തങ്കക്കിനാവ് കൊണ്ടുവരുവാ. ഞാനും ഒരെണ്ണം വലിക്കാടാ. വേണ്ട വേണ്ട വേണ്ട, ഒരാൾ വലിച്ചാ മതി. ചേടാ, എവളിത് എവിടെ നിന്ന് വന്നവളടാ? 4 സുന്ദര കുട്ടപ്പന്മാർ ഇവിടെ നിരന്ന് നിന്നിട്ട് ഒന്ന് മൈൻഡെങ്കിലും ചെയ്യണ്ടേ? മഹാദേവ, നമുക്ക് ഈ തള്ളയെ കറക്കിയെടുത്താലോ? നീ കറക്കിയെടുത്തു. ഇവനാവുമ്പോ നല്ല മാച്ച് ആയിരിക്കും. ഞങ്ങൾ അവളെ തന്നെ കറക്കിയെടുത്തോളാം. പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേക്കടാ. അവളെ വീഴ്ത്താൻ ഏറ്റവും നല്ല വഴി അവളുടെ മുത്തശ്ശിയാ. മുത്തശ്ശി നമ്മുടെ ആളായി കഴിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തും സാധിക്കാം. ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാ പറയടാ. മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചുന്നു. അതിനവര് ചായയും കാച്ചിക്കൊണ്ട് വന്നല്ലേ പറ്റൂ. ചായയാ?
ചളവാക്കാതെ പോളെ. നീ പറ. എടാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിഷമമുള്ള കാര്യമല്ല ഇത്. നീ ഒറ്റയ്ക്ക് പോയാൽ എനിക്ക് പറ്റില്ല. ഞാൻ പറയുന്നത് ആരും ഒറ്റയ്ക്ക് പോയാൽ ശരിയാവൂല. പോകുമ്പോ നമ്മൾ എല്ലാരും കൂടെ ഒന്നിച്ചു പോകണം. എന്നാ പിന്നെ നീ പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിച്ചു പോയ കാര്യം എളുപ്പം നടക്കും. ഇത് ഒറ്റയ്ക്ക് ഏത് കാര്യത്തിനും തർക്കിച്ചോണം. ഒന്നും മിണ്ടാതിരിയടാ. എന്നെ ഇവനെ ഇന്നലെ രാത്രിയിലെ ബഹളത്തിന് അവര് കണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ കംപ്ലീറ്റ് പോയില്ലേ. ഇപ്പൊ ആ തള്ള തനിച്ചേ ഉള്ളൂ. ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടിച്ചൊതുക്കി ചാക്കി കയറണം. നിനക്കതിനുള്ള കഴിവുണ്ട്. നീ പോയാ മതി. അയ്യോ എന്റെ ദൈവമേ. ചെല്ലടാ. ഒന്നൂടടി ഞെക്കിപ്പിടി. നീ അവിടെ കിടന്നെങ്കിൽ എല്ലാവരും വിളിച്ചെന്നിന് ആളുകൾ വല്ല ഓടിക്കൂടിയിരുന്നെങ്കിൽ നമ്മുടെ അഭിമാനം ഉണ്ടാവുമായിരുന്നു. നിനക്ക് അഭിമാനമാണല്ലേ പ്രശ്നം? ആ തള്ളയുടെ വെട്ടങ്ങാൻ എന്റെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലാ. കൊണ്ടില്ലല്ലോ, കൊണ്ടിരുന്നേ കാണായിരുന്നു. എന്ത് കാണായിരുന്നു? എന്റെ നെഞ്ചത്ത് വെട്ടുകൊള്ളതാ. അല്ലല്ല. നീ ഇപ്പൊ ചൂടാവുന്ന എന്തിനാ? നീ തന്നെയല്ലേ പറഞ്ഞു നിന്റെ മുത്തശ്ശിയാണ് വളച്ച വളയുമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഒരാപത്ത് വരുമ്പോ ഓടിക്കളയാവോ? എടാ അതൊരു ആപത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? നീ അവരെ വളയ്ക്കാണെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. പോടാ ചോദ്യന്മാരെ തെണ്ടികളെ. ഗോവിന്ദൻകുട്ടി, ഇനി എന്തായാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല. അവൾ ഈ നാട്ടിൽ കാല് കുത്തി അന്ന് മുതൽ അവൾ നമ്മുടേതായി. ഇനി അവളെ വിവാഹം കഴിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നമ്മളോ? നമ്മള് 3-4 പേരില്ലടാ. അതിനെന്താ, പഞ്ചപാണ്ഡവന്മാർ 4 പേരും കൂടിയല്ലേ പണ്ട് ദമയന്തിയെ കെട്ടിയത്? ദമയന്തി അല്ലടാ, കുന്തി. കുന്തിയെങ്കിൽ കുന്തി കെട്ടിയല്ലോ, അതേപോലെ എവളും ചെയ്യട്ടെ അല്ലേ മഹാദേവ? പോടാ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ 4 പേരെയും കൂടെ കെട്ടാല്ല, ആരെങ്കിലും ഒരാളെ. ആ ഒരാൾ ആരാണെന്ന് പറ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. അയ്യടാ, നീ അങ്ങനെ തനിക്ക് ബുദ്ധിമുട്ടണ്ട, ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. അത് തന്നെ, നമ്മളെ വെട്ടിച്ച് ഒരു 5-ാമൻ അവളെ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും അവളുടെ മേലൊരു കണ്ണു വേണം. ഒരു കണ്ണോ? അതിനുവേണ്ടി ഈ 2 കണ്ണുകളും ദാനം ചെയ്തിരിക്കുന്നു. ഹലോ ഹലോ. അല്ല നിന്നേ, ഒന്ന് പരിചയപ്പെടാനാ. സോറി, വേറൊന്നും തോന്നരുത്. അധികം ആരെയും പരിചയപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്താ എഴുതാനുള്ള എന്റെ സ്വസ്ഥത തകരും. ഈ ആരാധകന്മാരെ കൊണ്ടുള്ള ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ കോണ് ഞാൻ തിരഞ്ഞെടുത്തത്. സോറി, ഈ വളപ്പിൽ പുതുതായി ഒരാൾ വന്ന് താമസിക്കുമ്പോ ഒന്ന് പരിചയപ്പെടാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി വിളിച്ചതാ. ഇറ്റ്സ് ഓക്കെ. പേര്? മൺകലോ? മൺകലം, മരംകൊത്തി, മത്താപ്പ് തുടങ്ങിയ സകല വീക്കിലിയല്ലേ എന്റെ പേരുണ്ട്. ക്ഷമിക്കണം, ഞാൻ അതൊന്നും വായിക്കാറില്ല. എന്റെ നട്ടുച്ചയ്ക്ക് സൂര്യനില്ല, PC-യുടെ പുത്രി, ഒരു ബലാത്സംഗത്തിന്റെ ഓർമ്മയ്ക്ക് തുടങ്ങിയ ഡിറ്റക്റ്റുകളൊന്നും വായിച്ചിട്ടില്ല. ഒന്നും വായിച്ചിട്ടില്ല. വായനശീലം കുറവാണ്. അല്പം കുറവാ. ഈ മാലിന്യങ്ങൾ ഒന്നും വായിക്കാറില്ല. എന്റെ പേര് ഭരതൻ, അച്യുതൻപിള്ളയുടെ മോനാ. ഈ വീക്കിലിൽ ഒന്നും നോക്കിയാൽ കാണൂല, അതുകൊണ്ട് പറഞ്ഞതാ. ഊതല്ലേ, ചൂടാറും. പൂഞ്ചോലപ്പടവിൽ നിന്റെ പാദസരം കുലുങ്ങിയല്ലോ, പാലൊളി ചന്ദ്രികയിൽ നിന്മന്ദഹാസം കണ്ടുവല്ലോ, പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ, പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ
താമസമെന്തേ അണയാൻ പ്രേമമയി എന്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ. ഞാൻ ഓടി നീ ഓടിക്കൂ, ഞാൻ ഓട്ടോറിക്ഷ വരാം. ആണോ? വേണോ പിടിച്ചൂഷേ അതെടുത്തോണ്ട് വാ. ഞാൻ പോട്ടെ. കൃഷ്ണ, അവരെ എന്നെ കണ്ടിട്ട് പിടിക്കാതെ പോയാ. നീ ഓടാ, അവിടെ ഒരുത്തനെ പിടിക്കാൻ പോകുമ്പോഴാണ് കുശലം പറച്ചില്ല. ഓടാ, യൗവനെ പിടിച്ചോണേ. വേണു, നീ ഇത് എവിടെ ആയിരുന്നടാ? നിന്നെ എവിടെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ച്. വാ, അങ്ങോട്ട് തലയാണോ പറഞ്ഞത്? എന്താണ് നിന്ന് കണ്ണൂരിച്ചിട്ടുണ്ട്? തന്നോട് ആരാടോ പറഞ്ഞു ആന ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? ഞാൻ അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടാ? അവിടെ ആന ഇല്ലാതെ കൂപ്പി പണി മുടങ്ങി. ആനകൾ ഇവിടെ കൊണ്ടു നിർത്തി കോപ്പറായി കാണിക്കുന്ന. കോപ്രായം കാണിക്കേ? എന്റെ പേര് കൊച്ചിന്റെ കല്യാണത്തിന് പരിധി നൽകുന്നത് കോപ്രായണ്ട. അതൊരു അന്തസ്സാണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, സാമ്പാർ വിളമ്പാനും കൂടി ആനയെ എത്തിക്ക്. അതും ഒരു അന്തസ്സാ. ഇവിടെ തന്നോട് എടാ വീരഭദ്ര, നീ എന്റെ അച്ഛനാവാൻ നോക്കരുത്. ആനപ്പാറയിൽ ആന പനിനീര് തെളിക്കണോ സാമ്പാർ വിളമ്പണോന്ന് ഞാനാ തീരുമാനിക്കുന്നത്. പോടാകത്ത്. അമ്മേ ഒരു മാതിരി എടാ കേറി പോടാകത്ത്. തളിയാണ് പറഞ്ഞത്. തളിയാണ് പറഞ്ഞത്. ഇവിടെ തളിയാണ് പറഞ്ഞത്. ആ ഏട്ടൻ ഇവിടെ ഉണ്ടായിട്ടാണ് അമ്മയെ കൊണ്ട് തോന്നിയാസൊക്കെ ചെയ്യിക്കുന്നത്. 10,000 ആളുകൾ കൂടുന്ന ഒരു കല്യാണമാണ്. അതിന്റെ കൊത്ത നടുക്ക് 2 ആനയും. ഇതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനായി എന്നടാവേ. ആനയ്ക്ക് പോലും ഞാൻ പോയി പരന്നിട്ട് കളിക്കണോ? വേണ്ട, ഇവിടെ ഇങ്ങനെ മസിലും പഠിപ്പിച്ചോണ്ട് നിന്നോ. ഇതേ ഒരുമാതിരി മറ്റേടത്ത് വർത്താനം പറയല്ലോ. നിനക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് പോയി പറയണ പോലെ തുടങ്ങി. കാലത്തെ തുടങ്ങി രണ്ടും ഒന്ന് നിർത്തിക്കൂടെ? എടാ വീര, നിനക്കിപ്പോ എന്താണ് വേണ്ടത്? കല്യാണ പന്തലിൽ ആന ഉണ്ടായിരിക്കരുത്, അത്രല്ലേ ഉള്ളൂ. അതിലുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തു പണി? എടാ, ഓരോ കിലോ പഞ്ഞി വാങ്ങി 2 ആനയുടെയും ചെവിട്ടി കുത്തി കയറ്റിട്ടാ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത്. ഇനി വെടി പൊട്ടിയാലും ആനയ്ക്ക് കേൾക്കില്ല. പിന്നാണോ പനിനീര് തെളിയാനെ പനിനീര് തെളിയാനെ പറഞ്ഞു പറഞ്ഞു തൊണ്ടയിലെ വെള്ളം പറ്റുമ്പോ അമ്മ തന്നെ പറഞ്ഞ് വിട്ടോളൂടാ. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ആനയുടെ ചവിട്ടില് മാത്രമല്ല, നിന്റെ അമ്മയുടെ ചവിട്ടിലും വെക്കണ പഞ്ഞി. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മയില്ലാത്ത ഒരു കൊച്ചന്റെ കല്യാണ ഇത്. പന്തലിലെ ആനയെന്നല്ല അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവും. നല്ല മനസ്സുള്ളവര് മാത്രം അവിടെ നിന്നാ മതി. മനസ്സിലായ? എനിക്കറിയാൻ പാടില്ല എന്റെ ദൈവമേ, കല്യാണത്തിന് വരുന്ന എത്ര എണ്ണത്തിന് ആന ചവിട്ടിക്കൊല്ലുന്നു. ഞാനാ ലീന, മനസ്സിലായില്ലേ? മനസ്സിലായില്ല. പ്ലീസ്. നീ എവിടെയായിരുന്നു? ഇന്നലെ മുഴുവൻ ഞങ്ങൾ തിരക്കി. ഏത് ബെന്നി? തമാശകളാ. നീ ഇവളുടെ കൂടെ ആയിരുന്നു ഇന്നലെ. ഇത് വലിയ ശല്യമായല്ലോ. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ബെന്നി, ഇത് നിന്റെ ഫ്രണ്ടാ വേണു. നെടുമുടി വേണുവാണോ? നിനക്കെന്നെ അറിയില്ലല്ലേ? നിന്നെ ഞാൻ ബെന്നി, ലിസൺ മീ. ഒരു ലിസണും ഇല്ല. കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരനായി പോയെന്ന് വെച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയാലോ? എടാ, നിനക്ക് എന്ത് പറ്റി? നേരെ മെളുത്ത മുതൽ ഇവളായിരുന്നു. ഇപ്പൊ വേറൊരുത്തം വന്നിരിക്കുന്നു. ബെന്നിയാണോ? സെൻസ്ലെസ് കൺട്രി. ഇന്നലെ ഒരു പോലീസുകാരൻ തലയ്ക്കൊരു അടി കൊടുത്തു. അതി പിന്നെ ഇങ്ങനെ എല്ലാം മറന്നുപോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ.
എടാ ബെന്നി, നിനക്ക് എന്നെ ഓർമ്മയില്ലേ? കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും നമ്മൾ നാലുപേരും കൂടെ ഒരുമിച്ച് പാട്ടിന്റെ പാലാഴി തീർത്ത, നിനക്കൊന്നും ഓർമ്മയില്ലേ? തവളേ. കൊള്ളാം. ഒരു തുണി വിരിച്ച് അങ്ങോട്ടിരുന്ന് പാടിക്കഴിഞ്ഞാ വൈകുന്നേരം ഞമ്മത്തിനുള്ള കാശ് കിട്ടും. എന്നെ ഒന്ന് വിട്ടേരിട്ടാ. അയ്യോ അത് രക്ഷയില്ല, മറ്റേ പാട്ട് നോക്കാം. ഗാനലോല വീതികളിൽ വേണു. നമ്മൾ ഒരുമിച്ച് ഭ്രാന്താശുപത്രിയില്. ആ ഭ്രാന്തനാണല്ലേ? ഇങ്ങനെ കറങ്ങി നടക്കരുത്, ആളുകളെ ശല്യപ്പെടുത്താൻ. പോയി ഭ്രാന്താശുപത്രി കിടക്കണോ? എടാ എനിക്ക് മാത്രമല്ല നിനക്കുണ്ട് പട്ട്. എന്റെ ഈശോയെ, ഞാൻ എന്ത് തെറ്റ് ചെയ്ത് എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ? ഛോ. എടാ പോടാ. അളിയാ വേണു, നീ എന്തിനാ കരയുന്നത്? ലീനയുണ്ടോ? I told you, he'll be okay. അല്ല, നമ്മളെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എടാ നീ കുറെ നേരമായിട്ട് ഞങ്ങളായിട്ട് വെള്ളം കുടിപ്പിച്ച് കളഞ്ഞില്ലേ? ഏത് വെള്ളം? വെള്ളോ? ഞാൻ അയ്യോ, അടിക്കല്ലേ, വീണ്ടും എല്ലാം മറന്നു പോവും. കുഴപ്പമില്ല, ചില സമയത്ത് ഇവൻ ഓവറാവും. വേണു, റിലാക്സ് റിലാക്സ്. പോവാ, ബാ ബാ, റിലാക്സ്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. എന്റെ വീടിന്റെ അടുത്തൊരു പെണ്ണിന്റെ തലയിൽ തേങ്ങ വീണു. അവളെല്ലാം മറന്നുപോയി, സ്വന്തം കാമുകനെ പോലും. പിന്നെയാ ഇത്. അത് ബസ് പറഞ്ഞപ്പോ അതിനകത്തുണ്ടായിരുന്ന പെണ്ണല്ലേ എല്ലാം മറന്നുപോയത്? അതൊക്കെ സിനിമയിൽ ഇന്നലെ. ഇത് തേങ്ങ വീണിട്ടാ. അവളെ കാമുകനെ മറന്നിട്ട് വേറൊരുത്തനെ കല്യാണം കഴിച്ചു. ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് അവളുടെ തലയെ ഒരു വെള്ളക്കാ വീണു. അപ്പോൾ അവക്ക് കാമുകനെ ഓർമ്മ വന്നു. അവൾ അവന്റെ കൂടെ കുളിച്ചോടി. ലീന പറഞ്ഞത് ഈ അസുഖത്തിന്റെ പേര് ജിംനേഷ്യം എന്നാ. ജിംനേഷ്യം അല്ല, മഗ്നീഷ്യം. പിന്നെ എനിക്കിവിടെ ചെറിയ പണി വല്ലതും കിട്ടുമോ? വലിയ ബുദ്ധിമുട്ടില്ലാത്ത. പിന്നെ എനിക്കിവിടെ ചെറിയ പണി വല്ലതും കിട്ടുമോ? വലിയ ബുദ്ധിമുട്ടില്ലാത്തത്. ബുദ്ധിമുട്ടില്ലാത്ത പണി പാട്ട് പാടുന്നതാണ്. കേൾക്കുന്നവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ചെറിയ പണിയാലും മതി, വല്ല നെറ്റ് മുറുക്കലോ മറ്റോ. നിന്നെ ഇവിടെ പണിക്ക് നിർത്തിയാൽ പിന്നെ എനിക്ക് പണിയാവും. നീ ഒരു കലാകാരനല്ലേ, ഗായകനല്ലേ? ആ വഴിക്ക് ചിന്തിക്ക്. ഇവിടെ വെച്ച് വേണ്ട, റോഡിൽ ഇറങ്ങിയിട്ട് മതി. കേടായി കിടക്കുന്ന കാറുകളൊക്കെ സ്റ്റാർട്ട് ആവും. എന്തിനു പാഴ്ശ്രുതി നീട്ടുവതേ തന്ത്രികൾ പൊട്ടിയ തമ്പുരുവിൽ